കായംകുളത്ത് വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ യുവതിയുടെ മൊഴിയെടുത്ത പോലീസ്. കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് തിരുവനന്തപുരത്തെത്തി മൊഴിയെടുത്തത്. മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. കായംകുളത്ത് വാഹനാപകടത്തെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ യുവതിക്ക് നേരെ നടന്ന ലൈംഗികാതിക്രമ കേസിൽ കായംകുളം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി. മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുപ്പിൽ യുവതിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയുകയും പ്രതി ഉയർത്തിയ വധഭീഷണിയുടെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു. വാഹനാപകടത്തെ തുടർന്നുണ്ടായ പരിക്കിൽ ചികിത്സയിലിരിക്കുന്നതിനാൽ കായംകുളത്തെത്തി മൊഴി നൽകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് യുവതി അറിയിച്ചതിനെ തുടർന്നാണ് അന്വേഷണ സംഘം തിരുവനന്തപുരത്ത് മൊഴി രേഖപ്പെടുത്തിയത്. സംസ്ഥാന പോലീസ് മേധാവി ചുമതലപ്പെടുത്തിയ പ്രത്യേക അന്വേഷണ സംഘമാണ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം നിലവിൽ ഒളിവിൽ കഴിയുന്ന പ്രതിയെ കണ്ടെത്താനുള്ള നീക്കവും അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ട്. ഒളിവ് കേന്ദ്രങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും അന്വേഷണ സംഘം അറിയിച്ചു. കൂടാതെ യുവതിയെ ചികിത്സിച്ച ഡോക്ടറിൽ നിന്നും മൊഴി രേഖപ്പെടുത്തും. ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അധികം വൈകാതെ തന്നെ യുവതിയുടെ രഹസ്യമൊഴിയും രേഖപ്പെടുത്തും. മാവേലിക്കര മജിസ്ട്രേറ്റ് കോടതിയിലാകും യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെന്നും അന്വേഷണ സംഘം അറിയിച്ചു. കായംകുളം പോലീസ് അന്വേഷിച്ചിരുന്ന കേസിൽ വീഴ്ചയുണ്ടായെന്ന് യുവതിയുടെ ആരോപണം വന്നതിന് പിന്നാലെയാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചത്. ഈ മാസം 3-ന് നടന്ന വാഹനാപകടത്തിൽ പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിൽ വ്യാപാരി വ്യവസായി നേതാവായ സിവിൽ സവാദ് ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. ജനം, തിരുവനന്തപുരം.